രൂപം കണ്ട് തൃപ്തനാകും. ഈ ഭൂമിയിൽ മാത്രമല്ല, എനിക്ക് യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മരണം ഉറക്കമാണ്. ആ ഉറക്കം ഉണർന്ന് ഞാൻ അവൻ്റെ മുഖം കാണുമ്പോൾ ഞാൻ തൃപ്തനായിരിക്കും. ഹല്ലേലൂയ. ആ മുഖം ഞാൻ നിങ്ങളെ കാണാനുള്ളതാ. ഈ ഭൂമിയുടെ പരപ്പിൽ എന്നെ നിങ്ങളെ തൃപ്തിയോടെ നടത്തുന്ന ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോ തൃപ്തിയോടെ നടത്തുന്ന ദൈവം. സ്തോത്രം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. ആ തൃപ്തി, ആ അനുഗ്രഹം, ആ പൊസിഷൻ, അതെല്ലാം കിട്ടണമെങ്കിൽ എന്തു വേണം? ദ ഫേവർ ഓഫ് ഗോഡ്. ഓ നഫ്താലി, യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഫേവർ ഓഫ് ഗോഡ്. വിത്ത് ദ ഫേവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രസാദം, ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. നോട്ട് ഷോർട്ട് കട്ട്. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവനെ പൂട്ടിക്കെട്ടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിന്നെ പൂട്ടിയിട്ടിരിക്കുക, ഇന്ന് നിന്നെ തളച്ചിട്ടിരിക്കുക, ഇന്ന് നിനക്ക് സ്വാതന്ത്ര്യമില്ല, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നോക്കിയാൽ സന്തോഷിക്കാൻ ഒന്നുമില്ല, സമാധാനിക്കാൻ ഒന്നുമില്ല. എന്നാൽ ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കത്തക്കവണ്ണം നിന്റെ പൂട്ടഴിക്കുന്ന ദൈവമാ, നിന്റെ ചങ്ങല പൊട്ടിക്കുന്ന ദൈവമാ, നിന്റെ ബന്ധനത്തെ അഴിക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആ ഒരു കൃപ വ്യാപരിക്കട്ടെ. രക്തം ജയം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ സ്തോത്രം. മനുഷ്യനുമായിട്ടുള്ള ദൈവബന്ധം നഷ്ടപ്പെടുത്തിച്ചത് പാപമാണ്. പക്ഷെ ആ ബന്ധം പുനഃസ്ഥാപിച്ചത് പുത്രനാം ദൈവത്തിൽ കൂടെയാണ്. ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ പിതാവിന് നമ്മോട് മനസ്സലിവ് തോന്നി. പിതാവാം ദൈവം ക്രിസ്തുവിൽ പ്രവർത്തിച്ചു. ക്രിസ്തു എന്നിലും നിങ്ങളിലും പ്രവർത്തിച്ചു. അതുകൊണ്ടല്ലേ ഞാനും നിങ്ങളും തൃപ്തിയോടെ ഇവിടെ ആയിരിക്കുന്നു. ദൈവജനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹലോ, ഇവിടെ ഇരിക്കുന്നവർക്കറിയാവോ ദൈവജനത്തിന്റെ പ്രത്യേകത എന്താന്ന്? സ്തോത്രം. ഒരു പ്രത്യേകത ഞാൻ പറയാം. എന്നെ പേര് വിളിച്ച് സംസാരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ദൈവത്തിന് അറിയാമെന്ന്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലരൊക്കെ പറയുന്നുണ്ട്, എടാ, എടോ, അങ്ങനെയൊന്നും ദൈവം വിളിക്കാറില്ല. അതൊക്കെ നമ്മുടെ ഭാഷ. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. എടാ ബാബു, ഇങ്ങനെയൊന്നും ദൈവം എന്നെ വിളിച്ചിട്ടില്ല. സ്തോത്രം. എൻ്റെ ദാസനെ വിളിക്കോ? വിളിക്കും. മോനെന്ന് വിളിക്കോ? വിളിക്കും. നമ്മളെങ്ങനെ വിളിക്കണേ? അപ്പാന്ന് വിളിക്കും. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ മുറിക്കകത്ത് വേറെ ഒരു സംബോധനയില്ല. അപ്പ. പ്രൈസ് ഗോഡ്. ആ ഒരു ബന്ധമാണ്.